പൈ തന്റെ കയ്യിലുണ്ടായിരുന്ന അവസാനത്തെ കുടിവെള്ളം ചാകാറായ ടൈഗറിന് കൊടുക്കുന്നു. അതിനുശേഷം അതിന്റെ തലയെടുത്ത് മടിയിൽ വെച്ച് അവരുടെ അവസാനത്തിനായി വെയിറ്റ് ചെയ്യുന്നു. കാരണം അവർ രണ്ടുപേരും കടലിൽ അകപ്പെട്ടിട്ട് ഏകദേശം 100 ദിവസമായിരിക്കുന്നു. ബോധം മറിഞ്ഞ പൈ ബോധം തിരിച്ചു കിട്ടിയപ്പോൾ കാണുന്നത് അവരുടെ ബോട്ട് ഒരു സ്ട്രേഞ്ചായ ഐലൻഡിൽ എത്തിപ്പെട്ടതാണ്. അത് കണ്ട് ഷോക്കായ പൈ വേഗം തന്നെ ബോട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് ഒരു മരത്തിന്റെ വേരെടുത്ത് കഴിക്കാൻ തുടങ്ങുന്നു. അതിനുശേഷം ആ ദ്വീപിലേക്ക് വരുമ്പോൾ എവിടെ നോക്കിയാലും മീർകാറ്റ്സ് ആണ്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ക്ലിയർ വാട്ടർ കണ്ട പൈ വേഗം തന്നെ അതിലിറങ്ങി കുളിക്കാൻ തുടങ്ങുന്നു. ഏകദേശം 100 ദിവസത്തെ പോരാട്ടത്തിന് ശേഷം അതവന് പുതിയൊരു പ്രതീക്ഷ നൽകുന്നു. അതേസമയം ആ ടൈഗറും വളരെയധികം എക്സൈറ്റഡ് ആയി വേട്ടയാടുന്നു. അതിനുശേഷം രാത്രിയാവുന്നതിന് മുൻപ് കിടക്കാനുള്ള സ്ഥലം റെഡിയാക്കിക്കൊണ്ടിരുന്ന പൈ കുറച്ചു ദിവസം അവിടെ താമസിക്കാമെന്ന് തീരുമാനിക്കുന്നു. പക്ഷേ പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന മീർകാറ്റ്സ് പേടിച്ചോടാൻ തുടങ്ങുന്നു. അതുപോലെ തന്നെ ടൈഗറും എന്തോ തിരിച്ചറിഞ്ഞതുപോലെ ബോട്ടിലേക്ക് ഓടുന്നു. പക്ഷേ പൈ അതൊന്നും കാര്യമാക്കാതെ ഉറങ്ങാൻ തുടങ്ങുന്നു. അതിനുശേഷം രാത്രി ഉറക്കത്തിൽ നിന്നുണർന്ന പൈ ഒരു ഷോക്കിംഗ് ആയ കാര്യം കാണുന്നു. നോക്കുമ്പോൾ ആ ക്ലിയർ വാട്ടറിൽ ഉണ്ടായിരുന്ന മീനുകളെല്ലാം ചത്തുപൊങ്ങുന്നു. അപ്പോഴാണ് അവന് അവിടെയുള്ള ശുദ്ധജലം രാത്രിയാവുമ്പോൾ വിഷമായി മാറുമെന്ന് മനസ്സിലാവുന്നത്. അതേസമയം അവിടെ ഉണ്ടായിരുന്ന ഒരു പൂവെടുത്ത് നോക്കിയ പൈ കൂടുതൽ ഷോക്കാവുന്നു. നോക്കുമ്പോൾ അതിനകത്ത് ഒരു മനുഷ്യന്റെ പല്ലിരിക്കുന്നു. അത് കണ്ട് ഷോക്കായ പൈ നേരം വെളുത്തതും അവന് കിട്ടിയതെല്ലാം ബോട്ടിൽ കയറ്റി തന്റെ വിസിലൂതുന്നു. അടുത്ത നിമിഷം തന്നെ ടൈഗറും വേഗം വന്ന് ബോട്ടിൽ കയറുന്നു. അവർ രണ്ടുപേരും അല്പം പോലും ടൈം വേസ്റ്റ് ആക്കാതെ അവിടെ നിന്ന് പോകുന്നു. അതിനുശേഷം വീണ്ടും ഒത്തിരി ദിവസം കടലിൽ സ്പെൻഡ് ചെയ്തതിനു ശേഷം അവസാനം അവർ കരയിലെത്തുന്നു. അപ്പോൾ പൈ പൂർണ്ണമായും തളർന്ന് തറയിൽ വീഴുന്നു. ആ ടൈഗർ അവശനായി കാടിനടുത്തേക്ക് നടക്കുന്നു. അതേസമയം ടൈഗർ തന്നെ വിട്ടു പോകുന്നത് സങ്കടത്തോടെ നോക്കിക്കിടന്ന പൈക്ക് ബോധം മറയുന്നു. കുറച്ചുനേരം കഴിഞ്ഞ് അവിടെ ഉണ്ടായിരുന്ന ചിലർ അവനെ രക്ഷിച്ച് അവിടെ നിന്ന് കൊണ്ടുപോകുന്നു. ഏകദേശം 227 ദിവസം അവൻ കടലിൽ അകപ്പെട്ട് കിടന്നതിന് ശേഷം രക്ഷപ്പെട്ട് വന്നിരിക്കുകയാണ്. പക്ഷെ അതോർത്ത് സന്തോഷിക്കാതെ ആ കടുവ പോയതോർത്ത് സങ്കടപ്പെടുന്നു. കാരണം ആ യാത്രയിൽ ആ കടുവ അവന്റെ ഫാമിലി മെമ്പറിനെ പോലെ ആയി മാറി.